പൂർണ്ണമായി തന്നെ മുസ്ലിം രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങിത്തിരിച്ച മുഹമ്മദ് യൂനിസിന് എന്താണ് ഇപ്പോൾ ഒരു മാറ്റം? അദ്ദേഹം ഇപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് ഒരു അത്ഭുതം തന്നെയാണ്. അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. സത്യത്തിൽ അത് ശരിയാണ്, അതിനകത്തൊരു അത്ഭുതമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മോദിയെ പേടിച്ചിട്ടാണ്, വേറൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് മോദിയുടെ ചെങ്കോട്ടയിലെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം, അത് നമ്മൾ കരുതും രാജ്യത്തിനുള്ളിൽ ഈ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള താക്കീതാണ്, ട്രംപിനെതിരെയുള്ള താക്കീതാണ്, പാകിസ്ഥാനെതിരെയുള്ള താക്കീതാണ്, ചൈനയ്ക്കെതിരെയുള്ള താക്കീതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ആരും പറയാത്തൊരു കാര്യം, എന്താ ഈ ബംഗ്ലാദേശിനെ മോദി വിട്ടോ? ബംഗ്ലാദേശിന് നേരെ കണ്ണടച്ചോ? അങ്ങനെയല്ല, വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞു RSS 100 വർഷം പൂർത്തിയാക്കിയ സംഘടനയാണ്. 100 വർഷത്തെ അവരുടെ സേവന പാരമ്പര്യത്തെക്കുറിച്ച് മോദി പറഞ്ഞു. ആ സേവനം രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിച്ചേർന്നതിനെക്കുറിച്ച് മോദി പറഞ്ഞു. അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ മോദി അവിടെ പല കാര്യങ്ങളും പറഞ്ഞു. സംസ്കാരത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളി, അതിനെ അതിശക്തമായി നേരിടും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ ആ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അത് ശ്രീലങ്കയ്ക്ക്, പാകിസ്ഥാന്, ബംഗ്ലാദേശിന്, ചൈനയ്ക്ക്, ബർമ്മയ്ക്ക്, ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ അയൽ രാജ്യങ്ങളെയും വളരെ കൃത്യമായിട്ട്, അഫ്ഗാൻ അടക്കം വളരെ കൃത്യമായിട്ട് അവർക്കെല്ലാം ഉള്ള ശക്തമായ സന്ദേശം അതിനകത്തുണ്ട്. ഇവിടെ വളരെ കൃത്യമാണ് ബംഗ്ലാദേശിൽ എന്താണ് നടന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവിടെ ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് അടിച്ചോടിച്ചു, അല്ലേ? അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ ഇന്ത്യയിൽ വന്ന് എവിടെയോ അവർ ഒളിവിൽ കഴിയുകയാണ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാം. അവരെ വളരെ സുരക്ഷിതമായിട്ട് ഒരു രാഷ്ട്ര തലവ, നമുക്കങ്ങനെ പറഞ്ഞാൽ അത് തെറ്റിപ്പോകും ചിലപ്പോൾ, രാഷ്ട്രത്തലവൻ്റെ സ്ത്രീലിംഗം, ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ആളാണ് ഷെയ്ഖ് ഹസീന. തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണ്. അവിടെ ഇല്ലാത്ത കുഴപ്പങ്ങളുണ്ടാക്കി, വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ച് ജനത്തെ തെരുവിലിറക്കി, വലിയ രീതിയിൽ പട്ടാളത്തെ പിടിച്ചുകൊണ്ട് അത് അട്ടിമറിച്ചു. അതിൻ്റെ പുറകിലെ അമേരിക്കൻ താല്പര്യങ്ങളൊക്കെ നമുക്കറിയാം. അട്ടിമറിച്ചിട്ടാണ് ഈ നോബൽ സമ്മാന ജേതാവ് എന്നുള്ള കൺസിഡറേഷൻ വെച്ചുകൊണ്ട് ഈ മുഹമ്മദ് യൂനിസിനെ താൽക്കാലിക ഭരണാധികാരിയാക്കിയത്. പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ അധികാരം പുതിയ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൈമാറണം. ഇതാണ് പട്ടാളം ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം അധികാരത്തിൽ വന്നത് മുതൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബൗദ്ധർ, ജൈനർ, സിഖുകാരൊക്കെ അതിക്രൂരമായി വേട്ടയാടപ്പെടുകയാണ്, അല്ലേ? അവിടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന ഒരു സന്യാസി, അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? അദ്ദേഹം എന്ത് കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കി? അത് ഉത്തരമില്ല അതിനൊന്നും. ഈ പറഞ്ഞതുപോലെ എവിടെയാണ്, ഏത് ജയിലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ജനങ്ങൾ, ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാർ, അവാമി ലീഗുകാർ അവിടെ വലിയ പ്രക്ഷോഭം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ കൊല്ലപ്പെട്ടു. അത് കൊന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇതിൽ ഇവർക്കൊക്കെ പങ്കുണ്ടെന്നും ഒക്കെയാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഈ ഹരേ കൃഷ്ണക്കാർ, ഇസ്കോൺ എന്ന് പറയുന്നത് ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഒരു സന്യാസി സമൂഹമാണ്. അവരൊരു കൃഷ്ണഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരാരെയും അങ്ങോട്ട് പോയി പിടിക്കാറില്ല. അവരെ കണ്ട് അവരുടെ സിദ്ധാന്തവും അവരുടെ ആശയവും അവരുടെ ആദർശവും അവരുടെ സംസ്കാരവും ഒക്കെ മനസ്സിലാക്കി അവരിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്ന ആൾക്കാർ. അവരല്ലാതെ ലോകം മുഴുവനും ഈ ഭക്തി കച്ചവടം നടത്താൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമല്ല. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഒരു മുതിർന്ന സന്യാസിയെ പിടിച്ച് ജയിലിലിട്ടു അകാരണമായി. എന്നിട്ട് അവിടെ നടന്ന ഈ ന്യൂനപക്ഷ വേട്ടക്കിടയിൽ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു, നിരവധി ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു, അതുപോലെ സിഖ് ആരാധനാലയങ്ങൾ തകർത്തു, ഗുരുദ്വാരകൾ തകർത്തു. അപ്പോൾ ഇതെല്ലാം തകർത്തേച്ച് ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ നഷ്ടപ്പെട്ട മതേതരത്വം തിരിച്ചു പിടിക്കും. ന്യൂനപക്ഷങ്ങളെ എമ്പാടും ഉപദ്രവിച്ചു, കുറേ പേരെ അടിച്ചു ഓടിച്ചു,
ചിലരെയൊക്കെ കൊലപ്പെടുത്തി, അവരുടെ ആരാധനാലയങ്ങൾ മുഴുവനും തീയിട്ട് നശിപ്പിച്ചു, ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങളത് തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്. എന്താണെന്ന് വെച്ചാൽ മോദി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. നോക്കൂ, പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ഒരു കപ്പൽ പോലും ഇന്ത്യയിലെ ഒരു തുറമുഖത്തും അടുക്കുന്നില്ല. പാകിസ്ഥാനിൽ നിന്ന് ഒരു വിമാനത്തിനും ഇന്ത്യയിലേക്ക് പറക്കാൻ കഴിയുന്നില്ല. പാകിസ്ഥാനിൽ നിന്ന് ചരക്കുകൾ വഹിച്ചുകൊണ്ടുള്ള തീവണ്ടിയോ ട്രക്കോ ഉപയോഗിച്ച് റോഡ് മാർഗമോ സാധനങ്ങൾ ഇവിടെ എത്തുന്നില്ല. സമ്പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ. നിങ്ങളിൽ നിന്ന് ഒരു സാധനവും ഞങ്ങൾക്ക് വേണ്ട. എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് പാകിസ്ഥാൻ അതുകൊണ്ടുണ്ടാകുന്നത്. വലിയ തുകയാണ് പാകിസ്ഥാന് അതിലൂടെ നഷ്ടപ്പെടുന്നത്. ഇന്ത്യ അവരുടെ നല്ലൊരു ഉപഭോക്താവായിരുന്നു. അവരിൽ നിന്ന് നല്ല സാധനങ്ങൾ ധാരാളം വാങ്ങിയിരുന്നു നമ്മൾ. പക്ഷേ ആരാണത് ഇല്ലാതാക്കിയത്? അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് തുണി വലിയ തോതിൽ ലോകം മുഴുവനും കയറ്റി അയച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഇന്ത്യ വലിയ തോതിൽ ഇന്ത്യയിലേക്കും അവിടെ നിന്ന് തുണി വന്നിരുന്നു. ഇന്ത്യയിൽ തുണി വ്യവസായം വളരെ ശക്തമാണ്, എങ്കിലും വന്നിരുന്നു. ഇതൊക്കെ പഞ്ഞിയും നൂലും ഒക്കെ ബംഗ്ലാദേശിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ ബംഗ്ലാദേശികളെ പറയുന്നത് പോലെ വളരെ വലിയ സൗഹൃദത്തിൻ്റെ കരവലയങ്ങളാണ് മോദി അങ്ങോട്ട് നീട്ടിയത്. ഈ പല ബംഗ്ലാദേശികളും ഈ അതിർത്തി കടന്ന് രഹസ്യമായിട്ട് ഇന്ത്യയിലെത്തി ഈ പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നു. അതൊക്കെ ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ കണ്ണടച്ചു. കാരണം ഒരു ദരിദ്ര രാഷ്ട്രമാണ്, ഇവിടെ ഒന്നും ഇല്ല, പട്ടിണിയും പരിവട്ടമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ. അതുപോലെ അവിടുന്ന് ചികിത്സയ്ക്കായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിരുന്നു. പ്രത്യേകിച്ച് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഒരു നല്ല ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമായിരുന്നപ്പോൾ നമ്മളിതൊക്കെ കണ്ണടച്ചു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ണു തുറന്നു. ശിവൻ തൃക്കണ്ണ് തുറന്നതുപോലെ ഭസ്മീകരിക്കുന്ന വിധത്തിൽ നടപടികൾ ആരംഭിച്ചു. ബംഗ്ലാദേശികളെയൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങി. റോഹിംഗ്യകളെ അടിച്ചു പുറത്താക്കി. അത് പുറത്താക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഇവർ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്തൊക്കെ റെയ്ഡുകൾ നടത്തി എല്ലാത്തിനെയും പൊക്കി ഡിപ്പോർട്ട് ചെയ്യുകയാണ്, ഇവിടുന്ന് കയറ്റി വിടുകയാണ്. അതുപോലെ ആ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി പരിപൂർണമായിട്ടും ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. ആർക്കാണ് നഷ്ടം? ഇവിടെ നിന്ന് അങ്ങോട്ട് അരിയും ഗോതമ്പും ഒക്കെ പൊക്കോണ്ടിരുന്നു വളരെ കുറഞ്ഞ വിലയ്ക്ക്. അതുപോലെ അവരുടെ പട്ടിണിയാണ് എന്ന് അറിഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി നൽകിയിരുന്ന സഹായങ്ങൾ ഒക്കെ നിർത്തി. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ഇല്ലെങ്കിൽ ആ പരിപാടിയില്ല. മോദി പറഞ്ഞല്ലോ, രക്തവും വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴുകില്ല എന്ന് കൃത്യമായിട്ട് സംശയത്തിനിട നൽകാതെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ബംഗ്ലാദേശ് അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഒന്നാമത് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ അവരുടെ പ്രധാന വരുമാന മാർഗം ഈ കയറ്റുമതിയായിരുന്നു, അത് നിലച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാളും ചീപ്പായിട്ട് ലോക വിപണിയിലേക്ക് ഇന്ത്യയുടെ തുണിത്തരങ്ങൾ വരുന്നു. ഇതൊക്കെ തന്ത്രപരമായിട്ട് വളരെ എന്താ പറയുക, കൗശലത്തോടു കൂടി ഏത് മർമ്മത്തിൽ പിടിച്ചാൽ ഇവൻ നിൽക്കും എന്ന് മനസ്സിലാക്കി ആ മർമ്മത്തിൽ പിടിച്ചാണ് മോദി കളിക്കുന്നത്. അതാണ് ബംഗ്ലാദേശിന് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മോദിയുമായിട്ട് ഒന്ന് സമരസപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ അടവുകളൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ മതേതരത്വം തിരിച്ചു പിടിക്കും, ഈ പിന്നെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ പുനർനിർമ്മിക്കും. ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ലല്ലോ, പള്ളികൾ തകർത്തല്ലോ നിങ്ങളവിടെ, ക്രിസ്ത്യൻ പള്ളികൾ തകർത്തല്ലോ, ബൗദ്ധ ജൈന വിഹാരങ്ങൾ തകർത്തല്ലോ, സിഖ് ഗുരുദ്വാരകൾ തകർത്തല്ലോ. അതൊന്നും പുനർനിർമ്മിക്കണ്ടേ? മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാവരോടും ഒരുപോലെ കാണിക്കണ്ടേ, ഹിന്ദുക്കളോട് മാത്രമല്ലല്ലോ കാണിക്കേണ്ടത്. അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടുന്നില്ല. ഞങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ പുനർനിർമ്മിക്കും, തകർത്ത ക്ഷേത്രങ്ങൾ. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് യുനെസ് ഈ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇതുകൊണ്ടൊന്നും മോദിയെ നിങ്ങൾക്ക് വെട്ടിൽ വീഴ്ത്താമെന്ന് വിചാരിക്കേണ്ട. മോദിയാണ്. മോദിയുടെ അടുത്ത് ആ പണിയൊന്നും നടക്കില്ല. എന്തായാലും പാകിസ്ഥാനെ പോലെ തന്നെ ബംഗ്ലാദേശ് ഒരു പാഠം പഠിച്ചിരിക്കുകയാണ്. വലിയ ഗീർവാണം മുഴക്കിയല്ലോ, ചൈന ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങൾ ചൈനയ്ക്കൊപ്പം ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുമെന്നൊക്കെ ചില വിരമിച്ച പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ ബംഗ്ലാദേശിലിരുന്ന് വീരവാദം മുഴക്കിയല്ലോ. എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ ചുമ്മാ വെറുതെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആ നല്ല ബന്ധത്തെ തകർക്കാൻ മാത്രമേ സഹായിച്ചുള്ളൂ. അല്ലാതെ ഈ പറയുന്നത് പോലെ ഇന്ത്യയെ മെരുക്കാനും ഇന്ത്യയെ പിടിച്ചു കെട്ടാനും ഒന്നും ബംഗ്ലാദേശോ പാകിസ്ഥാനോ ചൈന വിചാരിച്ചിട്ട് പറ്റുന്നില്ല.
പിന്നെയാണോ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ? അപ്പം അതുകൊണ്ട് അത്തരം ഗിമ്മിക്കുകളൊന്നും മോദിയുടെ അടുത്ത് ചിലവാകില്ല. മോദി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നയാളാണ്. ഇനി നിങ്ങൾ അവിടെ എത്ര ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചാലും ശരി, നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടതയും നീചത്തരവും വിട്ടുപോകാതെ ഇന്ത്യയുമായിട്ടൊരു സഹകരണം സാധ്യമല്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയും. അത് തിരിച്ചറിഞ്ഞ് അതിന് മാറ്റം വരുത്തിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളി അതിൻ്റെ ഭരണ നേതൃസ്ഥാനത്തിരുന്ന വനിതയെ അവിടുന്ന് അടിച്ചോടിച്ച് ആ രാജ്യം പിടിച്ചെടുത്ത് അവിടെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം, ഭാവി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രകാശം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുൾ വീണു തുടങ്ങിയിരിക്കുന്നു. അതിന് ആ ഇരുളിന് കനം കൂടും, കട്ടി കൂടും. അതുകൊണ്ട് അവിടെ എങ്ങനെയെങ്കിലും പ്രകാശം തിരികെ കൊണ്ടുവരാനുള്ള അടവ് നയങ്ങളാണ് മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇന്ത്യക്ക് മുന്നിൽ ബംഗ്ലാദേശ് മുട്ടുമടക്കി. ഇനി മറ്റൊരു വഴിയില്ല അവർക്ക്. ഇന്ത്യയോട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനമായിട്ടുള്ളത് വന്ന് ഇന്ത്യയുടെ കാല് പിടിക്കുക എന്നുള്ളതാണ്. അതും വൈകാതെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.